മാർക്കറ്റിലെ അതേ വില, ഗുണമേന്മയുള്ള പച്ചക്കറികളും മറ്റ് സാധനങ്ങളും, അധിക സർവീസ് ചാർജ് ഇല്ല. നഗരത്തിൽ ചുറ്റിക്കറങ്ങണ്ട, ഒറ്റ ക്ലിക്കിൽ സാധനങ്ങൾ വീട്ടിലെത്തും. ഇത്രയുമാണ് കട.in എന്ന ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിന്റെ സവിശേഷതകൾ. കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ വി ആർ ഡീലിംഗ് വിത്ത് ഡയറക്റ്റ് സപ്ലയേഴ്സ് എന്ന് വെച്ചാൽ ഇവിടെ ഏത് സൂപ്പർ മാർക്കറ്റിനെ കിട്ടുന്നതിനേക്കാളും വില കുറച്ച് നമുക്ക് തരാൻ പറ്റും. പാസേജ് എല്ലാ പ്രോഡക്ട്സും അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ പോലും വി ആർ സ്ലോലി ബിൽഡിംഗ് എ റാപ്പോ വിത്ത് വേരിയസ് സപ്ലയേഴ്സ്. ഇപ്പം ഫോർ എക്സാമ്പിൾ കാർഡമം, ഇങ്ങനെ സ്പൈസസ്, വി ഹാവ് എ സപ്ലയർ വിത്ത് എ പ്ലാന്റേഷൻ ഇൻ മൂന്നാർ. സോ ദേ ബ്രിങ് അസ് സപ്ലയേഴ്സ് their products for a price which is much lesser than what is available in the market. സോ ഇങ്ങനൊരു വിഷൻ ഉണ്ട് നമ്മളെ. സോ ഇവൻച്വലി ഡൗൺ ദി ലൈൻ എന്തായാലും മിക്കവാറുള്ള എല്ലാ സപ്ലയേഴ്സായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തിരിക്കും. ആ ഒരു പ്രൈസ് വൈസ് എന്തായാലും നിങ്ങൾക്ക് ഏത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കുറച്ച് നമുക്ക് തരാൻ പറ്റും എന്നൊരു വിശ്വാസമുണ്ട്. ഏതൊക്കെ ഐറ്റംസ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ മണി ബാക്ക് പോളിസിയുടെ DVD ആണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ആഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ പ്രോഡക്റ്റിൻ്റെ കീഴിൽ തന്നെ ആഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് നമ്മുടെ ബാസ്ക്കറ്റിലേക്ക് ആഡ് ആവും. ദെൻ നമ്മൾ സവോള ആഡ് ചെയ്യുന്നു. ദെൻ ഒരു ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യുന്നു. നമുക്കിവിടെ നെറ്റ് പേയബിൾ എമൗണ്ട് ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ എത്ര രൂപ പേ ചെയ്യണമെന്നുള്ള എമൗണ്ട് അറിയാൻ പറ്റും. അതിനകത്ത് ഡെലിവറി ചാർജ് വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ 500 ബിലോ ആയതുകൊണ്ടാണ് ഡെലിവറി ചാർജ് വരുന്നത്. 500 എബോ ആണെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഫിഷ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഡെയിലി സ്റ്റോക്ക് വരുന്നതനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ പ്രൈസും ഏറ്റവും എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നു. നമുക്കിപ്പോൾ ഇന്നത്തേക്കുള്ള ഫിഷ് ആഡ് ചെയ്യാം. പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത് നോൺ വെജ് എന്ന് പറഞ്ഞാൽ ചിക്കനാണ്. സുഗുണ ചിക്കൻ അവൈലബിൾ ആണ്, അതും ആഡ് ചെയ്യാം. ഓൾമോസ്റ്റ് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ കാറ്റഗറീസും നമ്മുടെ കയ്യിലുണ്ട്. ഓൾ അണ്ടർ വൺ റൂഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുക. നമുക്ക് ഐറ്റംസ് എല്ലാം ആഡ് ചെയ്ത് ഇല്ലയെന്ന് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാം ഒന്നുകൂടെ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും, നമ്മൾ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമുക്കിനി എന്തെങ്കിലും ഐറ്റംസ് വിട്ടുപോയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നെസ്ലെ മിൽക്ക് മെയ്ഡ് നമ്മൾ വിട്ടുപോയി. നമ്മളിവിടെ കാണുന്ന ഇതിൽ കണ്ടിട്ടില്ല, കാണുന്ന സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് സെർച്ച് ബാറുണ്ട്. ഏതൊക്കെ ഐറ്റംസ് ആണോ നമ്മൾ കാണാണ്ട് വരുന്നത് അത് നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ മിൽക്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മിൽക്ക് പ്രോഡക്ട്സ് എല്ലാം വരുന്നുണ്ട് അതിനകത്ത്. ഡയറി പ്രോഡക്ട്സ് എല്ലാം ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് പോലും വിട്ടുപോകാണ്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കും. കേരളത്തിന് പുറത്ത് ഇത്തരം ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ വളരെ പോപ്പുലറാണ്. ബഹിരാഷ്ട്ര കുത്തക കമ്പനികളുടെ ചില ഷോപ്പിംഗ് സൈറ്റുകൾ നമുക്കും പരിചയമുണ്ട്. പക്ഷേ ഇത്ര തനി നാടൻ ഒരു പലവ്യഞ്ജനക്കട നമ്മുടെ നാട്ടിലെങ്ങുമില്ല, ഉറപ്പാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്തും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് അവ വീട്ടിലെത്തുകയും ചെയ്യും. ആദ്യം ടെക്നോ പാർക്ക് എംപ്ലോയീസിനെയാണ് നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് എയിം ചെയ്തതെങ്കിലും ഇത് സൈറ്റ് തുടങ്ങിയതിന് ശേഷം വന്നേക്കുന്ന കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് ഉണ്ട്. അതുകൂടാതെ ഇപ്പം വെളിയിലുള്ള US, UK, ദുബായ് അവിടെയുള്ള മക്കൾ, അവർക്ക് വേണ്ടി പേരൻസ് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് വെളിയിൽ പോയവരുമുണ്ട്. അവരൊക്കെ അവിടെ നിന്നുകൊണ്ട് ഓർഡർ ചെയ്യും, നമ്മൾ സാധനം വീട്ടിൽ എത്തിച്ചു കൊടുക്കും. സോ അവർക്കത് വളരെ ഒരു റിലീഫായിട്ട് തോന്നിയിട്ടുണ്ട്. എല്ലാ പ്രോഡക്റ്റ്സും ആഡ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും. നെസ്ലെ മിൽക്ക് മെയ്ഡ് നമുക്കിപ്പോൾ 2 എണ്ണമാണ് റിക്വയർമെൻ്റ് ഉള്ളത്. ഒരിക്കൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം ആഡ് ആവുന്നത്. നമുക്കിവിടെ പ്ലസ് സിമ്പിളുണ്ട്, അത് ചെയ്ത് വേണമെങ്കിലും അതിൻ്റെ ക്വാണ്ടിറ്റി മാറ്റാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ടൊമാറ്റോയുടെ ക്വാണ്ടിറ്റി എനിക്കിപ്പോൾ 250 ഗ്രാമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതെനിക്ക് 1 കിലോ ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുക, 250 1 കിലോ ആകാനായിട്ട് 4 ക്വാണ്ടിറ്റി വേണ്ടി വരും. അത് നമ്മളിപ്പോൾ ഈ 1 എന്നുള്ളത് മാറ്റി 4 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടൊമാറ്റോ 1 kg ആയിക്കോളും. എല്ലാം കഴിഞ്ഞിട്ട് ഇനി എനിക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ടാണ് ഞാൻ പോകുന്നത്. ചെക്കൗട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ അടുത്തായിട്ടാണ് ചെക്കൗട്ട് ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ആൾറെഡി രജിസ്റ്റേർഡ് ആയതുകൊണ്ട് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കലി തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഏത് അഡ്രസ്സിലേക്കാണ് ഡെലിവറി ചെയ്യേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ലാൻഡ്മാർക്ക് എല്ലാം വരുന്നുണ്ട് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി. ഇനി ചെയ്യേണ്ടത് പേയ്മെൻറ്റ് ഡേറ്റ് ആൻഡ് മോഡ്, പിന്നെ ഡെലിവറി ഡേറ്റ് ആൻഡ് മോഡ്, ടൈം, ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് എൻ്റെ അടുത്ത പ്രൊവിഷനാണ്. ആദ്യം ഏത് ഡേറ്റിലാണ് എനിക്ക് ഡെലിവറി വേണ്ടതെന്നുള്ളത് ഫിക്സ് ചെയ്യുക. നമുക്ക് 2 ഡെലിവറി ടൈമുണ്ട്, 12 to 3, 6 to 9. ഈ 2 ഡെലിവറി സ്ലോട്ടിലാണ് നമ്മൾ ലോജിസ്റ്റിക്സ് ടീം ഓപ്പറേറ്റ് ആവുന്നത്.
ഈ 12 to 3 സ്ലോട്ടിൽ നിങ്ങൾക്ക് 10 o'clock മുമ്പ് ഓർഡർ ചെയ്യാൻ പറ്റും. 10 o'clock മുമ്പ് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് 12 to 3 സ്ലോട്ടിൽ നിങ്ങൾ സാധനം വീട്ടിലെത്തും. വൈകുന്നേരത്തെ സ്ലോട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 6 o'clock മുമ്പ് ഓർഡർ ചെയ്യണം, 5 o'clock മുമ്പ് ഓർഡർ ചെയ്യണം. ആ സമയത്ത് 6 to 9 സ്ലോട്ടിൽ നിങ്ങൾ വീട്ടിലെത്തും. ഇതാണ് 2 ഡെലിവറി ടൈംസ് നമ്മളതിലുള്ളത് ഡെയിലി. നമുക്ക് ആൾട്ടർനേറ്റീവ് ടൈം കൊടുക്കാൻ പറ്റും. അതായത് ഇൻ കേസ് ഈ ആദ്യത്തെ ടൈം സ്ലോട്ട് നമ്മൾ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആൾട്ടർനേറ്റീവ് ടൈം സ്ലോട്ടിലും കൊടുക്കാൻ പറ്റും. അതിപ്പോൾ വേറൊരു ഡേറ്റ് ആണെങ്കിലും അഡ്വാൻസ് 5 days നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഇന്ന് 14th ആയതുകൊണ്ട് നമുക്കിത് നെക്സ്റ്റ് ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ആ ഡേറ്റിൽ ഏത് ടൈം സ്ലോട്ടിനാണോ ഞാൻ അവൈലബിൾ ആയിട്ടുള്ളത് ആ ടൈം സ്ലോട്ട് ഞാൻ സെലക്ട് ചെയ്യുക. ദെൻ വരുന്നത് പേയ്മെൻറ്റ് ഓപ്ഷൻ. 3 പേയ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. നിങ്ങൾ ഓർഡർ ചെയ്യുക, സാധനങ്ങൾ വീട്ടിൽ എത്തിക്കുമ്പോഴത്തേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. കാർഡ് പേയ്മെൻറ്റ് ആണെങ്കിൽ നമ്മളിൽ വയർലെസ് സ്വൈപ്പിംഗ് മെഷീനാണുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങൾ സാധനം ഓർഡർ ചെയ്തിട്ട് വീട്ടിൽ എത്തിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കാർഡ് ഉണ്ടെങ്കിൽ നമ്മൾ മെഷീനകത്ത് സ്വൈപ്പ് ചെയ്താൽ പേയ്മെൻറ്റ് അപ്പം തന്നെ കിട്ടും, റെസിപ്റ്റ് നിങ്ങൾക്ക് അപ്പം തന്നെ തരും. മൂന്നാമത്തെ ഒരു പേയ്മെൻറ്റ് രീതി, എസ്പെഷ്യലി ഫോർ പീപ്പിൾ ഹു ആർ നോട്ട് ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ ഹു വാണ്ട് ടു ഓർഡർ ഫോർ ദെയർ റിലേറ്റീവ്സ് ഇൻ ട്രിവാൻഡ്രം, ദർ ഇസ് എൻ ഓൺലൈൻ പേയ്മെൻറ്റ് ഫെസിലിറ്റി. നമ്മുടെ ബാങ്ക് അക്കൗണ്ടും അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഇൻഫർമേഷൻ എല്ലാം സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓൺലൈൻ നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് ഈ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ ആൻഡ് യു നീഡ് ടു സെൻഡ് എസ് എ കൺഫർമേഷൻ ഇമെയിൽ, സാധനം വീട്ടിൽ എത്തിച്ചിരിക്കും. ഇത് കൂടാതെ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്ന് വെച്ചാൽ ഓൺലൈൻ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്. സൈറ്റ് വഴി വേറെ ഏത് സൈറ്റിൽ ഓർഡർ ചെയ്യുന്ന പോലെ സൈറ്റ് വഴി തന്നെ ക്രെഡിറ്റ് കാർഡ് വെച്ച് പേയ്മെൻറ്റ് നടത്തുക, കൺഫർമേഷൻ കിട്ടുക, ഓർഡർ കൊണ്ടുതന്നു. ഞാൻ ക്യാഷ് സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് താഴെ എന്തെങ്കിലും സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ, അതായത് എന്തെങ്കിലും ഡെലിവറി ടീമിനെ അല്ലെങ്കിൽ കട റൂട്ടിന് എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ബോക്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വെജിറ്റബിൾസ് ഫ്രഷ് ആയിരിക്കണമെന്നാണ് എൻ്റെ ഇൻസ്ട്രക്ഷൻ ഉള്ളത്. എനിക്ക് വേണമെങ്കിൽ അതവിടെ കൊടുക്കാൻ പറ്റും. ക്വാളിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ സെൻസ്. അപ്പം ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഉഴുന്നെടുത്താൽ അതിനകത്ത് 3-4 വേരിയൻസ് ഓഫ് ഉഴുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാം ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് മാത്രമേ നമ്മൾ ഇതിനകത്ത് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് വൺ തിങ് വിച്ച് വി ആർ റിയലി ടേക്കിംഗ് കെയർ ഓഫ്. ഇതാണ് എൻ്റെ ഇൻസ്ട്രക്ഷൻ. ഫ്രഷ് വെജിറ്റബിൾസ് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ ചെയ്യേണ്ടത്, മെയിനായിട്ടും ചെയ്തിരിക്കേണ്ടതാണ്, പ്ലേസ് ഓർഡർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ പ്ലേസ് ആവത്തില്ല. നമുക്ക് കട റൂട്ടിന് ഈ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഓർഡർ നമ്പർ എന്ന് പറയുന്നത്, കട 1790. ആ ഡീറ്റെയിൽസ് എല്ലാം കസ്റ്റമറിന് കാണാൻ പറ്റും. എൻ്റെ ഡെലിവറി ഡേറ്റ്, ഞാൻ സെലക്ട് ചെയ്ത ഡെലിവറി ഡേറ്റ് അറിയാൻ പറ്റും, ടൈം അറിയാൻ പറ്റും, ഞാൻ എത്രയാണ് എമൗണ്ട് പേ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും.